ഒരു ഗ്രാമത്തിലെ നാട്ടുകാർ മുഴുവൻ ഒന്ന് എത്തി നോക്കാൻ പോലും മടിക്കുന്ന ഒരു പ്രേതാലയം. പാതിരാത്രിയിൽ അദൃശ്യ ശക്തികൾ വന്നു ചേരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു പഴക്കം ചെന്ന പ്രേതഭവനം. കെട്ടുകഥകൾ ഉറങ്ങുന്ന കൊട്ടാരത്തിൽ നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ. ടോർച്ച് ലൈൻ ഇപ്പോൾ വർക്ക് ചെയ്യണു. താങ്ക് ഗോഡ്. എൻ്റെ ദൈവമേ. ക്യാമറ ഇല്ലല്ലോ. ഒന്നുമില്ല. Call her back. ഭയം ഒരു പെൺ പടപ്പുറപ്പാട്. കോപ്പേർഡ് ബൈ എയ്സ് മണി. ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് നീങ്ങുകയാണ് ധന്യ. ഭയം അവളെ വരിഞ്ഞു മുറുക്കുന്നുണ്ടോ? ധന്യ ഹെൽപ്പ് ഒന്നും ചോദിച്ചില്ലായിരുന്നല്ലോ. ഇങ്ങനെ അവൾ ആ റൂമിൽ എത്തി അത്ര പെട്ടെന്ന്. ടോർച്ച് ലൈൻ ഇപ്പോൾ വർക്ക് ചെയ്യണു. താങ്ക് ഗോഡ്. എൻ്റെ ദൈവമേ, ഈ ലൈറ്റിൽ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? കർത്താവേ, ടോർച്ച് ധന്യക്ക് ഒരു ഡയറക്ഷനും കൊടുത്തിട്ടില്ലായിരുന്നല്ലോ. ധന്യക്ക് നോ. വാവ്, ഗ്രേറ്റ്. ചിതൽപുറ്റിൽ നിന്നും നിധിയെടുത്ത് ധന്യമേരി ടാസ്ക് പൂർത്തീകരിച്ചിരിക്കുകയാണ്.
Wow, really good. നത്തിങ് ടു സേ, ഒരു രക്ഷയില്ല, ഒന്നും നത്തിങ് ടു സേ, പറയാനില്ല. ഒന്നും പറയാനില്ല. ബിക്കോസ് അടിപൊളി, ഒരു ഹെൽപ്പും ഇല്ലാതെ എടുത്ത ഒരാള്. സീരിയസ്ലി, ബിക്കോസ് ഒരു ഡയറക്ഷനും ഇല്ല, നത്തിങ്. അത് ഇത്രയും വലിയൊരു ഒരു പ്ലേസിൽ ഒരു തരി പോലും ഒരു ഡയറക്ഷൻ തെറ്റാതെ പോയി എടുത്തു. ഇരുട്ടിൽ തപ്പുകയാണ് ഗൗരി. ഇഷ്ടദൈവങ്ങളൊന്നും തുണയ്ക്കെത്തുന്നില്ലേ? ഗൗരി ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലും റിയാക്ട് ചെയ്യുന്ന രീതി ഈസ് വെരി ഡിഫറെന്റ്. ചില ആളുകൾക്ക് ഉള്ളിൽ പേടിയുണ്ടാവും, പുറത്ത് കാണിക്കില്ല. മേ ബി അങ്ങനെ ആവാനും സാധ്യതയുണ്ട്. പോരാളി എന്നൊക്കെ പറയത്തില്ലേ നമ്മള്, ആ ഒരു കാറ്റഗറിയിൽ പെടുന്നവര് അല്ലെ, ഒരു മാനുവസംസ് ഒക്കെ പോരാളികൾ ആ ഒരു ഷെയ്ഡ് ആക്ച്വലി. ചിലരെ നമ്മൾ ഈ മോൾഡിങ്ങിന്റെ ഒരു കാര്യമുണ്ടല്ലോ, നമ്മളൊരു സാഹചര്യ പ്രതിസന്ധി വന്നു കഴിഞ്ഞ് നമുക്കുണ്ടാവുന്നൊരു ധൈര്യവും ചെറുപ്പത്തിലെ മോൾഡ് ചെയ്ത് വരുന്ന ഒരു രീതിയുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഗൗരിയൊക്കെ കുട്ടിക്കാലത്തെ നല്ല കുറേ അങ്ങനെ മോൾഡ് ആയി വന്ന ഒരാളായിരിക്കും. അതാണ് ഇത്രയും കൂളായിട്ട് ഫേസ് ചെയ്യുന്നത്. She is tighter. അതാ ഞാൻ പറഞ്ഞത്. ചവിട്ടി പൊട്ടിക്കും. ക്യാമറ ഇല്ലല്ലോ. അതൊന്നുമില്ല. നമശിവായ ചൊല്ലി കൊട്ടാരത്തിനകത്ത് കടന്ന ഗൗരി രഹസ്യ വഴി കണ്ടെത്തിയിരിക്കുന്നു. ടാസ്ക് പൂർത്തീകരിച്ച് ഗൗരി കൊട്ടാരത്തിന് പുറത്തേക്ക്. കരുതലോടെയാണ് അങ്കിതയുടെ ഓരോ നീക്കവും. യെസ്, ഷീ ഈസ് എ ബ്രില്യൻ പ്ലെയർ. മനസ്സിലാവാൻ തുടങ്ങി.
can she stay like that? ആ ഒരു റൂമില് ഒന്നും അറിയാതെ നിൽക്കുന്ന ഒരാൾ ആ റൂമിലില്ല. ഓരോ സാധനങ്ങൾ ഇങ്ങനെ മറിഞ്ഞു വീഴുന്നു പാരാനോർമലായിട്ട്. ബട്ട് ഭയങ്കര സ്ട്രോങ് ആണല്ലേ? Very strong. Okay, fine. I'm getting near. That's it. I'm gonna do it. Wow. Yeah. Okay, let's see. ഇവിടെ നല്ല ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യം നമ്മൾ ആ ഇത് മുഴുവൻ തീർക്കുക. God, how does this thing even look like? Master. Master, just tell me yes or no. Yes. Okay. Anku, you can do it. Come on. Yes. Yes. ഒട്ടിച്ചേക്കോ. കേടി പീപ്പിൾ. ഒരു മിക്സ്ഡ് ഇമോഷൻസ്. പക്ഷെ എനിക്ക് അവളെ പേടി കാണാൻ പറ്റുന്നില്ല. Okay. That was good. That is good. ലൈറ്റ് കിട്ടിയില്ലേ? ലൈറ്റ് കിട്ടി. Thank you. Great. പേടിയല്ല, ദേഷ്യവും വാശിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് ഫ്രസ്ട്രേഷൻ തീർക്കുന്നു നോക്ക്. ഇത് ഫ്രസ്ട്രേഷൻ അല്ല, ഇത് പേടി തന്നെ. ഫ്രസ്ട്രേഷൻ തീർക്കുന്നു നോക്ക്. Fine. Please, Taliwala, this is enough. Come out. മുകളിലാണെങ്കിൽ എത്തില്ല. ഓ, ഷീസ് ട്രൈങ്.
ഒടുവിൽ താളിയോല ഗ്രന്ഥം കണ്ടെത്തി അങ്കിത കൊട്ടാരത്തിന് പുറത്തെത്തിയിരിക്കുന്നു. ഫിസിക്കൽ ഫിറ്റ്നസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം മെന്റലി ഒരാൾ ഫിറ്റ് ആകണമെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. അങ്ങനെ ഞങ്ങളുടെ കണ്ടസ്റ്റൻസ് ഓരോരുത്തരും ഫിസിക്കലി ഫിറ്റ് ആണെന്ന് തെളിയിക്കാൻ പല ടാസ്കുകളും കൊടുത്തു. അങ്കിത പ്ലീസ് കം. ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള വന്ന്. ആണോ? Yeah, really? I try to be confident always. That's cool. So അങ്കിതയ്ക്ക് ഒരു ചെറിയൊരു ടാസ്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയൊരു ടെസ്റ്റ്. ലൈക്ക് അങ്കിതയുടെ ടോളറൻസ് ലെവൽ എവിടെ വരെയാണ്. കാരണം ഇത് കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യാനുള്ളതാണ്. സോ അതിനൊക്കെ നിങ്ങൾ ആപ്റ്റ് ആണോ എന്ന് എനിക്കറിയണം ഫസ്റ്റ് ഓഫ് ഓൾ. സോ ദിസ് ഇസ് ഫോർ യു. അറിയണോ അല്ലേ? അറിയിച്ചു തരാം. ദിസ് ഇസ് ഫോർ യു. കിടന്നു. സെറ്റല്ല അങ്കിത? സോ ഫോർ യു ഞാൻ അങ്കിതയ്ക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തു. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതിനു മുമ്പ് എനിക്ക് അങ്കിതയുടെ 2 കൈയും കാലും ഒന്ന് കെട്ടേണ്ടി വരും. ഓക്കെ. സോ റെഡി അല്ലേ അങ്കിത? ഇനിയാണ് മെയിൻ പാർട്ട്. അങ്കിതയ്ക്ക് കുറച്ച് അതിഥികളുണ്ട്. ഒരു സർപ്രൈസ് ആയിട്ടുള്ള കുറച്ച് വ്യക്തികൾ അങ്കിതയുടെ ശരീരത്തിലേക്ക് ഞങ്ങൾ കയറ്റി വിടും. അപ്പോൾ ഈ അതിഥികളെ അങ്കിത എത്ര നേരം ശരീരത്തിൽ വഹിക്കുന്നു അതാണ് ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോളറൻസ്. വളരെ ചെറിയൊരു കാര്യമാണ്. നീ ഇടയ്ക്ക് വെച്ച് എണീറ്റ് ഓടണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറയാം. ഓക്കെ പ്ലീസ്. Get some more. കടിക്കുന്നു. Nice. That is giving me a love bite. മൗസിന് യാതൊരു പേടിയില്ല. അയ്യോ. So tell me what you feel now. ആക്ച്വലി ആ സ്റ്റാർട്ടിങ്ങിന്റെ ഒരു പ്രശ്നമാണ്. ഇത്ര ഉള്ളത് മനസ്സിലായല്ലോ. That's it. ഇത് നമ്മൾ ഉപദ്രവിക്കും എന്നുള്ളൊരു പേടിയാണ് ഫസ്റ്റ് നമ്മുടെ മൈൻഡിലുള്ളത്. സോ അതാണ് നമുക്ക് ആദ്യം വരുന്ന ഒരു പേടി. So tell me Ankita, how was that experience? ആദ്യമായിട്ടാണ് ഈ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ബട്ട് ആദ്യത്തെ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ ഇപ്പൊ ഇല്ല. മാറി. തിങ്കളാഴ്ച മുതൽ എന്റെ കളിത്തട്ടൊന്ന് മാറ്റി പിടിക്കുകയാണ്. പുതിയ കളികളുമായി നമുക്ക് തിങ്കളാഴ്ച കാണാം.